welcome you all to Entry Up. I am Kavya. So, VHSC എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ ഒക്കെ ഉടനെ തന്നെ വരുന്നതാണ്. ഒരു HSST എക്സാം ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈമാണ്. നമുക്കറിയാം, അതുകൊണ്ട് തന്നെ VHSC എക്സാം എഴുതുക എന്ന് പറയുന്നതും വളരെ സിമ്പിൾ ആണ്. അതെന്തുകൊണ്ടാണെന്നല്ലേ, നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള HSSTയുടെയും VHSCയുടെയും സിലബസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ രണ്ടിന്റെയും സിലബസ് ഒരുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ HSSTക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത അതേ പാത്ത് അല്ലെങ്കിൽ അതേ പാറ്റേൺ തന്നെ മതി VHSCക്കും. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. HSST ആണെങ്കിൽ കൂടുതലും നമുക്ക് ഡയറക്റ്റ് മോഡിൽ തന്നെ, ഇപ്പൊ റീസെന്റ് ആയി കഴിഞ്ഞ HSST എക്കണോമിക്സ് ആണെങ്കിലും ഒരു ഡയറക്റ്റ് മോഡിൽ തന്നെ ആയിരുന്നു എക്സാംസ് ചോദിച്ചിരുന്നത് അല്ലെ. എന്നാൽ VHSC കുറച്ചുകൂടെ ഇൻഡെപ്തില് സ്റ്റേറ്റ്മെന്റ് വൈസിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റാറ്റസ് ഓഫ് അഡ്വൈസ്, അതുപോലെ തന്നെ ഇതിന്റെ റാങ്ക് ലിസ്റ്റിലെ ടോപ്പ് മാർക്ക്, ഇതിന്റെ നോട്ടിഫിക്കേഷൻ മുതലായവയൊന്ന് പരിശോധിക്കാം. അപ്പൊ നമ്മള് ഒന്ന് ഇതിന്റെ ഹയർ സെക്കൻഡറി സ്കൂൾ പോസ്റ്റിലേക്കുള്ള റീസെന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കിയാല് 715/2025 ആയിരുന്നു അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത്. 45,600 മുതൽ 95,600 വരെയായിരുന്നു അതിന്റെ സ്കെയിൽ ഓഫ് പേ. വേക്കൻസീസ് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസിന്റെ ബേസിസിലാണ് HSSTയുടെ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതായത് HSSTയുടെ എക്കണോമിക്സിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പം HSST ആകുന്ന സമയത്ത് നമുക്ക് ഓഫ് കോഴ്സ് അറിയാം, സ്കൂളുകളുടെ കൗണ്ട് എന്ന് പറയുന്നത് ധാരാളമാണ്. അപ്പൊ VHSCയുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ HSSTക്കും എന്തുണ്ട്, ധാരാളമായിട്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. HSSTക്ക് സ്കൂളിന്റെ കൗണ്ടുകൾ എന്ന് പറയുന്നത് ജനറലി കൂടുതലാണ്. ഇനി നമ്മൾ VHSCന്റെ മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ ഒരു ഡിഫറൻസും കാണാനായി സാധിക്കുന്നില്ല. ഇവിടെ 45,600 മുതൽ 95,600 വരെ തന്നെ, അതായത് സിമിലർ ആയിട്ടുള്ള സ്കെയില് തന്നെയാണ് വരുന്നത്. അന്ന് ഡിക്ലെയർ ചെയ്തപ്പോൾ, ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന വേക്കൻസീസ് 3 എണ്ണമായിരുന്നു. പക്ഷേ റിപ്പോർട്ട് ചെയ്ത് എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 5 അപ്പോയിന്റ്മെന്റുകളോളം നടന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല 3 എണ്ണമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല. കാരണം ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാം. ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ കാലയളവ് എന്ന് പറയുന്നത് 3 വർഷമാണ്. അപ്പൊ ആ 3 വർഷത്തിൽ വരുന്ന എല്ലാ വേക്കൻസീസും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് 3 എണ്ണേ ഉള്ളൂ അല്ലെങ്കിൽ 1 എണ്ണേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നില്ല, അങ്ങനെ ഒരിക്കലും മനസ്സിൽ കരുതരുത്. ഒരു വേക്കൻസിയാണ് ഉള്ളതെങ്കിൽ ആ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യും എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ അജണ്ട. HSSTയുടെ റാങ്ക് ലിസ്റ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അന്നത്തെ, അതായത് ബേസിക്കലി അവിടെ റിട്ടേൺ ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, പിന്നെ നിങ്ങളുടെ PGയുടെ മാർക്കിന്റെ വെയിറ്റേജും ഉണ്ട്. ഇതിൽ നോക്കുന്ന സമയത്ത് ടെസ്റ്റിന് 61 മാർക്കായിരുന്നു ഇതിന്റെ ടോപ്പ് മാർക്ക് ഉണ്ടായിരുന്നത്. ഇന്റർവ്യൂവിന്റെ മാർക്കുകൾ ഡിഫർ ചെയ്യുന്നുണ്ട്. 13 ബേസിക് ആയിട്ട് ഒന്നും പറഞ്ഞില്ല എങ്കിൽ 11 മാർക്ക് എന്നുള്ള ഒരു കൺസിഡറേഷൻ ആണ് ജനറലി വരുന്നത്, ഒന്നും പറയാതിരിക്കരുത്. ഓക്കെ, 14 മാക്സിമം റേഞ്ച് ഇന്റർവ്യൂവിന് വരുന്നത്. ഇത് നിങ്ങളുടെ PGയുടെ വെയിറ്റേജ് ആണ്. അന്നത്തെ ഹയസ്റ്റ് മാർക്കാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് HSSTയുടെ കേസിലാണ്. VHSCയുടെ കേസിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് ടെസ്റ്റ് കണ്ടോ, കമ്പാരിറ്റീവ്ലി ഇവിടെ എക്സാം കുറച്ച് ടഫ് ആയിരുന്നു. അപ്പൊ ആ റിസൾട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 44.33 ആണ് റിട്ടേണിലെ ടോപ്പ്, ഇവിടെ 61 ആണ് വന്നിരിക്കുന്നത്. ഇന്റർവ്യൂ ഓൾമോസ്റ്റ് സെയിം ആയി തന്നെ വന്നിട്ടുണ്ട്. വെയിറ്റേജിലും അവിടെ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. MPhilനും PhDക്കും VHSCയിലും എന്ത് തന്നെയുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻസ് ഉണ്ട്. നമ്മള് HSSTയുടെയും VHSCയുടെയും അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കുവാണെങ്കിൽ, ഞാൻ മുമ്പേ തന്നെ പറഞ്ഞു, HSST എന്ന് പറയുമ്പോൾ അവിടെ സ്കൂളുകളുടെ കൗണ്ട് കൂടുതലാണ്. അപ്പൊ HSSTയുടെ OC കാറ്റഗറി എടുക്കുവാണെങ്കിൽ 29. അതേപോലെ ഓരോ കാറ്റഗറിയുടെയും അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ബേസിക്കലി തന്നിട്ടുള്ളത്. 2025 ജൂലൈ വരെ ഏകദേശം 54 അഡ്വൈസ്, ഏകദേശം അല്ല 54 അഡ്വൈസുകളോളമാണ് പോയിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ VHSCന്റെ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നത് 3 വേക്കൻസി ആയിരുന്നു അല്ലെ, നമ്മൾ കണ്ടതാണ്.
എന്നാൽ പിന്നീട് അത് 5 വേക്കൻസീസ് ആയിട്ടാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പം ഇറ്റ് ഡിഫേഴ്സ്. നമ്മൾ 1 ഉള്ളൂ 2 ഉള്ളൂ എന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മളെ പഠനം എന്ത് ചെയ്യരുത്, നമ്മളൊന്ന് ചുരുക്കി കൊണ്ടുവരരുത്. ചിലപ്പം ആ ഒരു വേക്കൻസി എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതായിരിക്കാം. അപ്പൊ HSST ഒക്കെ എഴുതിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് VHSC ക്രാക്ക് ചെയ്യുക പറയുന്ന ഒരിക്കലും ഒരു ഹെർക്കൂലിയൻ ടാസ്ക് അല്ല. നല്ല പോലെ പ്രിപ്പയർ ചെയ്യുക. എൻട്രിയിൽ ഓൾറെഡി തന്നെ കോഴ്സസ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് മാർക്ക് യുവർ കലണ്ടർ, സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എൻട്രിയുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്